ഈസിയായി ചെയ്യാവുന്ന ഒരു ബീഫ് പിക്കിളിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അല്പം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ബീഫിനെ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ടത് കുക്കറിലിട്ട് ഒരു ഹാഫ് കുക്കാക്കി മാറ്റി വയ്ക്കണം. ഇനി ഒരു ഉരുളി ചൂടാക്കി അതിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് വറുത്ത് കോരിയെടുക്കണം കേട്ടോ. വറുത്ത് മാറ്റിയ ശേഷം ആ എണ്ണ ഒന്ന് അരിച്ചെടുക്കാം. ക്ലീൻ ചെയ്ത പാത്രത്തിൽ വീണ്ടും ഈ അരിച്ചെടുത്ത എണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് അത് നല്ലതുപോലെ ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ഒരു പിടി കറിവേപ്പില കൂടി ഇടണം. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെളുത്തുള്ളിയും ഇട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യണം. കുനുകുനാന്നരിഞ്ഞ ഒരു കപ്പ് പച്ചമുളകും ഒരു കപ്പ് ഇഞ്ചിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് നല്ല കിലുകിലാന്നാവുന്നവരെ വറുത്തെടുക്കണം കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയും കായം കൂടെ സമം ചേർത്ത് പൊടിച്ചെടുത്തത്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ. മിക്സ് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ആദ്യം ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളവും, അതായത് ആ ബീഫിൻ്റെ സ്റ്റോക്ക് അതൊഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് ഇളക്കണം. വിനാഗിരിയുടെ ക്ലിപ്പ് കൂടെ മിസ്സായിക്കുക കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ എണ്ണയൊക്കെ നല്ലതുപോലെ പൊന്തി വന്നതിന് ശേഷം നമ്മുടെ ബീഫ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കുക. ബാലൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇവിടെ ലാസ്റ്റ് ചേർക്കുന്നത് ആ ടേസ്റ്റ് കൃത്യമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ആട്ടോ. ഇത്രയും ആയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബീഫ് പിക്കിൾ റെഡിയാണ്.